വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആരോപണം ശക്തമാകുന്നതിനിടെ ഇന്ന് കുടുംബത്തെ സന്ദർശിച്ചു കോൺഗ്രസ് നേതൃത്വം. NM വിജയന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് സന്ദർശനത്തിന് ശേഷം KPCC ഉപസമിതി അംഗങ്ങൾ പ്രതികരിച്ചു. അതേസമയം മരണത്തിന് പിന്നാലെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ IC ബാലകൃഷ്ണൻ MLAക്ക് സംരക്ഷണം ഒരുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്കെന്ന് പോലീസ് കേസെടുത്തു. ആദ്യം DCC നേതാക്കളുമായി കൂടിക്കാഴ്ച, ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും TN പ്രതാപനും സണ്ണി ജോസഫും K ജയന്തും ഉൾപ്പെടുന്ന ഉപസമിതി അംഗങ്ങൾ NM വിജയന്റെ വീട്ടിലേക്ക്. കുടുംബത്തിന് പറയാനുള്ളത് കേട്ടുവെന്നും NM വിജയനൊപ്പമാണ് പാർട്ടിയെന്നും നേതാക്കൾ. അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അതൊക്കെ വരട്ടെ, അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളാണ്, അത് പിറകെ വരും. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ KPCC ഉപസമിതി കുടുംബത്തോട് ആവശ്യപ്പെട്ടു. നേതാക്കൾ സഹായിക്കാമെന്ന് ഉറപ്പു നൽകിയതായും ഇതിൽ വിശ്വാസമുണ്ടെന്നും കുടുംബം. അവരുടേതായിട്ടുള്ള ഇതിൽ സംസാരിച്ചെല്ലാം തീരുമാനങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് അവർ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും തീർക്കാം. വിഷയത്തിൽ നേതാക്കളുടെ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്ന് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കുടുംബത്തിനൊപ്പമെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും NM വിജയന്റെ കത്തിൽ ഗുരുതര ആരോപണമുള്ള IC ബാലകൃഷ്ണൻ MLAയെ ന്യായീകരിക്കുകയാണ് നേതാക്കൾ. നിയമനക്കോഴ വിവാദത്തിലെ പരാതികളിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM. 24 വയനാട്.